So today we are going to discuss about the Union Executive of Indian Constitution. So നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ 4 പാർട്ടുകൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. Constitution's first part, second part, third part, and fourth part. So first part of the Constitution discussed about Union and territories. Part 2, citizenship. Part 3, fundamental rights. Part 4, directive principles. 4A, fundamental duties. ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കി. ഇന്ന് നമ്മൾ പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആണ് തുടങ്ങാൻ പോകുന്നത്. പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ആർട്ടിക്കിൾ 52 മുതൽ 78 വരെയാണ്. ആർട്ടിക്കിൾ 52 മുതൽ 78 വരെയാണ് പാർട്ട് 5 ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. സോ ആർട്ടിക്കിൾ 51A ആയിരുന്നു ഫണ്ടമെന്റൽ ഡ്യൂട്ടി. അപ്പോ 51 വരെ നമ്മൾ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് പഠിച്ചു. 51 എന്തായിരുന്നു? ഇന്റർനാഷണൽ പീസ് ആൻഡ് സെക്യൂരിറ്റി എന്ന് പറയുന്ന ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾ ആയിരുന്നു ആർട്ടിക്കിൾ 51. സോ ആർട്ടിക്കിൾ 52 മുതലാണ് നമ്മൾ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന കൺസെപ്റ്റ് പഠിക്കാൻ പോകുന്നത്. എന്താണ് യൂണിയൻ എക്സിക്യൂട്ടീവ്? സോ യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറഞ്ഞാൽ കുറെ സംവിധാനങ്ങൾ ചേരുന്ന ഒന്നിനെയാണ് യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. സോ ഇൻ ഇന്ത്യ യൂണിയൻ എക്സിക്യൂട്ടീവ് കൺസിസ്റ്റ് ഓഫ് ദ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ക്ലിയർ ചെയ്യുക, പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ്, പ്രൈം മിനിസ്റ്റർ, കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സ് ആൻഡ് അറ്റോർണി ജനറൽ ഓഫ് ഇന്ത്യ. ഈ 5 പേരും ചേരുന്നതാണ് എന്ത്? യൂണിയൻ എക്സിക്യൂട്ടീവ് എന്ന് പറയുന്നത്. യൂണിയൻ എക്സിക്യൂട്ടീവ്. അപ്പൊ ഈ 5 പേരെയും കുറിച്ചാണ് നമ്മൾ ആർട്ടിക്കിൾ 52 മുതൽ 78 വരെ ഡിസ്കസ് ചെയ്യാൻ പോകും. ഓക്കെ, സോ ആദ്യം നമുക്കിതില് പ്രസിഡന്റ് എന്ന കൺസെപ്റ്റ് പഠിക്കാം. സോ പ്രസിഡന്റ്, നമുക്കറിയാം നമ്മുടെ ഇന്ത്യ ഒരു പാർലമെന്ററി സിസ്റ്റം ഉള്ള രാജ്യമാണ്. സോ പാർലമെന്ററി സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ് ഇന്ത്യ ഫോളോ ചെയ്യുന്നത്. പക്ഷെ അമേരിക്കയോ പ്രസിഡൻഷ്യൽ സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ആണ്. സോ പാർലമെന്ററി സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഫോളോ ചെയ്യുന്ന ഇന്ത്യയിൽ പ്രൈം മിനിസ്റ്ററിനാണ് കൂടുതൽ അധികാരം. ബട്ട് ഈവൻ ദോ the first citizen of India is president, and president is the head of the Indian state. Okay, so നമ്മൾ കൃത്യമായി മനസ്സിലാക്കാം, the president ഇങ്ങനൊരു കൺസെപ്റ്റ്, അതായത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 52 ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 52. അപ്പോ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് അഡ്മിനിസ്ട്രേഷൻ അല്ലെങ്കിൽ പോലും പ്രസിഡന്റ് എന്ന കൺസെപ്റ്റ് വേണമെന്നും ഇന്ത്യയിലേക്ക് ഒരു പ്രസിഡന്റ് വേണമെന്നും ഒക്കെ സംസാരിക്കുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 52 എന്ന് പറഞ്ഞു. ഇനി 53, the executive power of the union. അതായത് യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവർ ആർക്കാണ്? പ്രസിഡന്റിനാണ്. പ്രസിഡന്റിനാണ് യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവർ ഉള്ളത് എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 53. ഓക്കെ, ഇനി ആർട്ടിക്കിൾ 54. സോ വളരെ ഇമ്പോർട്ടന്റ് ആയ ആർട്ടിക്കിൾസ് ആണ് ഞാൻ ഒറ്റ സ്ലൈഡ് ആയിട്ട് ചെയ്തിരിക്കുന്നത്. അപ്പൊ 52 വളരെ ഇമ്പോർട്ടന്റ് ആണ്. There shall be a president of India. There shall be a president of India എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 52. ആർട്ടിക്കിൾ 53 പറയുന്നത് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ആണ്. ഇനി ആർട്ടിക്കിൾ 54, the election of the president. എങ്ങനെയാണ് പ്രസിഡന്റിന്റെ എലക്ഷൻ നടക്കുക? അല്ലെങ്കിൽ the election, who can vote for the president election?
So that is the term electoral college. For Article 54, election president election. So we know that the members of an electoral college can elect the president. That's a term electoral college. So electoral college is president elect. So what is electoral college? The elected members of both houses of parliament. Both houses of parliament and Lok Sabha and Rajya Sabha. Lok Sabha, Rajya Sabha, elected members. Second one, elected members of legislative assemblies of the states. സംസ്ഥാനങ്ങളുടെ legislative assembly എന്താണ് നിയമസഭ അവിടുത്തെ elected members ഇവർ ചേരുന്നതാണ് electoral college. It's very very important. ഇവിടെ നമുക്ക് എപ്പോഴും ചോദ്യങ്ങൾ വരുന്നത് ആരാണ് electoral കോളേജിൽ ഉൾപ്പെടാത്ത ആളുകൾ? ഒന്ന്, നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് പാർലമെന്റ് ആൻഡ് ദ ലെജിസ്ലേറ്റീവ് അസംബ്ലി. നമുക്കറിയാം രാജ്യസഭയിലെല്ലാം ധാരാളം ആളുകൾ നോമിനേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. Sachin Tendulkar is one of the nominated member in Rajya Sabha. Okay, so ingane nominate cheythu Rajya Sabhayil varuna aalundi. He is also MP. He is also member of parliament. But he cannot take part in the election of president because he is not an elected MP. Clear? അതുപോലെ തന്നെ നമ്മൾ സ്റ്റേറ്റ്സ് എന്ന് പറയുമ്പോൾ we are not included union territories there. We know that almost 8 union territories are in India. Appo union territories in legislative assemblies paladinum legislative assembly illa. Union territories il Delhi Puducheriyum ee states ennu parayna concept varunu. Adayithu the elected members of legislative assemblies of states ennu parayumbo namukku etra states are ullathu? 28 states are. These 28 states കൂടാതെ യൂണിയൻ ടെറിട്ടറീസ് ആയ ഡൽഹിയും പുതുച്ചേരിയും കൂടി അവരുടെ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ എലക്ടഡ് മെമ്പേഴ്സും കൂടി ഇലക്ടറൽ കോളേജിൽ വരുന്നുണ്ട്. സോ ഇലക്ടറൽ കോളേജ് കൺസിസ്റ്റ് ഓഫ് elected members of Rajya Sabha, elected members of Lok Sabha, elected members of all the legislative assemblies of 28 states, and the elected members of Legislative Assembly of Delhi and Puducherry. ഇത്രയും ആൾക്കാർ ചേരുന്നതാണ് electoral college. Okay, so nominated members of Rajya Sabha, nominated members of Lok Sabha, nominated members of Legislative Assembly of States, nominated members of Legislative Assembly of Delhi and Puducherry, ഇവരൊന്നും തന്നെ electoral കോളേജിൽ വരില്ല. അപ്പൊ ഇവരാണ് electoral കോളേജ്, ഇവരാണ് ഇന്ത്യൻ പ്രസിഡന്റിനെ സെലക്ട് ചെയ്യുന്നത്. അപ്പോ ഇന്ത്യൻ പ്രസിഡന്റിന്റെ എലക്ഷൻ അല്ലെങ്കിൽ ഇന്ത്യൻ പ്രസിഡന്റിനെ ചൂസ് ചെയ്യുന്നത് ഒരു ഇൻഡയറക്റ്റ് ഡെമോക്രസി ആണ് എന്ന് പറയും. അതായത് ജനങ്ങൾക്ക് വേണ്ടിയുള്ള ആളെ ജനങ്ങളാൽ സെലക്ട് ചെയ്യുന്നതാണ് ഡെമോക്രസി. പക്ഷെ ഇതൊരു ഇൻഡയറക്റ്റ് ഡെമോക്രസിയാണ്. ബിക്കോസ് ഇപ്പൊ അമേരിക്കൻ പ്രസിഡന്റ് എലക്ഷൻ അവിടുത്തെ എല്ലാ ആളുകൾക്കും വോട്ട് ചെയ്യാം. ദാറ്റ് ഈസ് എ ഡയറക്റ്റ് എലക്ഷൻ. പക്ഷെ ഇന്ത്യൻ പ്രസിഡന്റ് എലക്ഷൻ ഇൻഡയറക്റ്റ് എലക്ഷൻ ആണ്. അത് എന്തുകൊണ്ടാണ്? നമ്മൾ സെലക്ട് ചെയ്ത ആളുകളാണ് പ്രസിഡന്റിനെ വോട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു ഇൻഡയറക്റ്റ് വേ ഓഫ് സെലക്ഷൻ പ്രൊസീജിയർ ആണ് ഇന്ത്യൻ പ്രസിഡന്റ് എലക്ഷനിൽ ഉള്ളത്. അപ്പൊ അതാണ് Article 52 and 54 very important. Then 55. വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യം. The procedure of election of president. നമ്മൾ പറഞ്ഞു ഇലക്ടറൽ കോളേജ് ആണ് എലക്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഇലക്ടറൽ കോളേജ് എലക്ട് ചെയ്യുമ്പോൾ ഇവിടുത്തെ ഓരോ, അതായത് MLA and MP are there for election. അല്ലെ? The members from the Legislative Assembly can be termed as MLA and members from the Parliament can be termed as MP. So both of them are in the Electoral College.
Now, how can we calculate the value of vote of an MLA or of an MP? So that is very, very important. This is one of the formulas followed by the election. So these formulas are explained in Article 55. That means manner of election of the president. So this is a very important formula. The value of the vote of an MLA equal to total population of the state divided by total elected MLAs of the state into 1/1000. This is the value of vote of an MLA in an electoral college. So, one MLA vote in the value calculated on the total population of the state divided by total elected MLAs of the state into 1/1000. നമുക്കറിയാം ഉത്തർപ്രദേശ് പോലുള്ള സ്റ്റേറ്റുകളിൽ ഏകദേശം 300ഓളം MLA-മാരുണ്ട്. പക്ഷെ കേരളത്തിലുള്ളത് 140 MLA. അപ്പോ ഒരിക്കലും നമുക്ക് എല്ലാ MLA-മാരുടെയും കൗണ്ട് ഈക്വലൈസ് ചെയ്യാൻ പറ്റില്ല. It is different from one state to another state. So we have to make the value of vote among the MLAs should be same. We have to make the value of vote among the MLAs should be same. So for that purpose, so we are making a formula. So total population of that particular state divided by number of MLAs of that particular state into 1/1000 എന്നതാണ് ഒരു MLA-യുടെ വോട്ടിന്റെ വാല്യൂ. ആൻഡ് ഒരു MP-യുടെ വോട്ടിന്റെ വാല്യൂ എന്താണ്? Total value of votes of all MLAs divided by total number of elected MPs. Total value ഈ കിട്ടുന്ന മൊത്തം വാല്യൂവിന്റെ divided by total number of elected MPs. അതാണ് value of vote of an MP. So ഇതാണ് Article 55 പറയുന്നത്. So Article 54 and 55, both of them are interconnected. And Article 54 explained about the electoral college, and Article 55 explained about the procedure of election in the electoral college. Clear? Then Article 56. വളരെ എളുപ്പമാണ്. Term of President's Office. Term of President's Office. പ്രസിഡന്റിന്റെ ഓഫീസ് എത്ര ടേം? ഒരു പ്രസിഡന്റിന് എത്ര ടേം ഉണ്ട്? 5 years ആണ് ഒരു പ്രസിഡന്റിന്റെ ടേം എന്ന് പറയുന്നത്. പ്രസിഡന്റിന്റെ ടേം എന്ന് പറയുന്നത് 5 years ആണ്. ഈ 5 yearsന് മുമ്പ് പ്രസിഡന്റ് മരണപ്പെടാം, അല്ലെങ്കിൽ പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യാം, അതായത് പുറത്താക്കാം, പാർലമെന്റിന് പ്രസിഡന്റിനെ പുറത്താക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് മാർഗങ്ങൾ ഉണ്ട്. അപ്പോ അത് കഴിഞ്ഞ ആർട്ടിക്കിൾ 57 പറയുന്നത് റീഎലക്ഷനെ കുറിച്ചാണ്. That means a person who holds or who has held the office of president is eligible for re-election to the office. That means ഒരിക്കൽ പ്രസിഡന്റ് ആയ ആൾക്ക് വീണ്ടും പ്രസിഡന്റ് ആകുന്ന ഇലക്ഷനിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 57. A person who holds already the position of president, he can be again eligible for the re-election of the president. So, another example is Dr. Rajendra Prasad. 1950 to 55 അദ്ദേഹം പ്രസിഡന്റ് ആയിരുന്നു. അത് കഴിഞ്ഞു അദ്ദേഹം പ്രസിഡന്റ് ആയി. 2 തവണ ഇന്ത്യൻ പ്രസിഡന്റ് ആയ ഒരേ ഒരു വ്യക്തി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ്. അത് ബേസ്ഡ് ഓൺ ദിസ് ആർട്ടിക്കിൾ ആണ്. ഒരു തവണ പ്രസിഡന്റ് ആയ ആൾക്ക് വീണ്ടും റീ എലക്ഷനും അയാൾക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം എന്ന് പറയുന്ന ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 57. അതുവഴി പ്രസിഡന്റ് ആയ ഒരാളാണ് ഡോക്ടർ രാജേന്ദ്ര. ഇനി ആർട്ടിക്കിൾ 58. That is also very, very important. So Article 54 Electoral College is very, very important article. Then Article 58. That is also again important. So why it is important? Because it explains about the qualification for election as president. That means what should be the qualification for the president?
So that is the reason why this article is important. So first reason is he should be the citizen of India. Second one, he should have completed 35 years of age. And third one, he should be qualified for election as a member of Lok Sabha. Fourth one, he should not hold any office of profit under union government or any state government or any local authority or any other public authority. So clear? ആദ്യം ഇന്ത്യൻ പ്രസിഡന്റ് ആകുന്ന ആൾ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. നമ്മളെ സിറ്റിസൺഷിപ്പ് പഠിച്ചപ്പോൾ പറഞ്ഞ കാര്യമാണ്, ഇന്ത്യൻ സിറ്റിസൺ ആയ ആൾക്ക് മാത്രം ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ചില പൊസിഷൻസ് ഉണ്ട്. അതിലൊരു പൊസിഷനാണ് ഇന്ത്യൻ പ്രസിഡന്റ്. സോ ഇന്ത്യൻ പ്രസിഡന്റ് ആവണമെങ്കിൽ ഇന്ത്യൻ സിറ്റിസൺ ആയിരിക്കണം. സെക്കൻഡ് പോയിന്റ്, 35 ഏജ്. 35 വയസ്സിന് മുകളിലുള്ള ആൾക്ക് മാത്രമേ ഇന്ത്യൻ പ്രസിഡന്റ് ആയി ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ പറ്റൂ. ആൻഡ് തേർഡ് പോയിന്റ്, he should be qualified for the election as a member of Lok Sabha. ലോക്സഭയുടെ മെമ്പർ ആകാൻ വേണ്ട ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണോ അത് അയാൾ ഫോളോ ചെയ്തിരിക്കണം. Then fourth one, ഗവൺമെന്റിന്റെയോ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെയോ മറ്റേത് പബ്ലിക് ഗവൺമെന്റിന്റെയോ ഭാഗമായി ഒരു പൊസിഷനും അയാൾ അറ്റ് പ്രസന്റ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഒരു പബ്ലിക് അതോറിറ്റിയുടെയും പൊസിഷൻസ് അയാൾ അറ്റ് പ്രസന്റ് ഹോൾഡ് ചെയ്യാൻ പാടില്ല. ഓക്കെ, നമുക്കറിയാം ഇതുവരെ ഇന്ത്യൻ പ്രസിഡന്റുമാരായതിൽ നമ്മുടെ APJ അബ്ദുൽ കലാം അതേ ഒരു പബ്ലിക് അതോറിറ്റിയുടെ ഹെഡ് ആയിരുന്ന ആള് അത് രാജിവെച്ചിട്ടാണ് ഇന്ത്യൻ പ്രസിഡന്റ് ഇലക്ഷന് നിന്നത്. അതുപോലെ ഓരോ പൊസിഷനും ഇപ്പൊ നമുക്ക് ഓരോ പ്രസിഡന്റുമാരും ഇഫ് ദേ ആർ ഹോൾഡിംഗ് എനി position in any public authority or any local authority or under union government or state government, they have to resign from that position. Then only they can qualify for the election of. Clear? So Article 58 is very, very important. It discusses about the qualification for election as president. Then Article 59. ആർട്ടിക്കിൾ 59 പറയുന്നത് കണ്ടീഷൻസ് ഓഫ് പ്രസിഡന്റ്സ് ഓഫീസ് ആണ്. വളരെ അത് അത്ര പ്രാധാന്യമുള്ളതല്ല. അതായത് പ്രസിഡന്റ് ഓഫീസിന് പ്രസിഡന്റിന്റെ സാധനങ്ങൾ, അദ്ദേഹം ഉപയോഗിക്കുന്ന സാധനങ്ങൾക്ക് റെന്റ് കൊടുക്കേണ്ട ആവശ്യമില്ല. അദ്ദേഹത്തിന് സാലറി കൊടുക്കുന്നത് കൺസോളിഡേറ്റഡ് ഫണ്ട് ഓഫ് ഇന്ത്യയിൽ നിന്നാണ്. അങ്ങനെയുള്ള അദ്ദേഹത്തിന്റെ ഓഫീസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ, അദ്ദേഹത്തിന്റെ ഓഫീസിലുള്ള എംപ്ലോയീസിനെ കുറിച്ച്, അവര് സെൻട്രൽ ഗവൺമെന്റ് കീഴിൽ വരുന്നവരാണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ആർട്ടിക്കിൾ 59 പറയുന്നത്. സോ ആർട്ടിക്കിൾ 60 again important, that is oath or affirmation of by the president. സോ പ്രസിഡന്റ് എടുക്കുന്ന ഓത്തിനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 60 പറയുന്നത്. പ്രസിഡന്റ് എടുക്കുന്ന ഓത്ത് ഓർ അഫർമേഷനെ കുറിച്ചാണ് ആർട്ടിക്കിൾ 60 പറയുന്നത്. അപ്പൊ ആരുടെ മുന്നിലാണ് പ്രസിഡന്റ് സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഒന്നുകിൽ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ, ദാറ്റ് ഈസ് സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ്. സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിന്റെ അൺഅവൈലബിലിറ്റി ടൈമില് സീനിയർ മോസ്റ്റ് ജഡ്ജ് ഓഫ് സുപ്രീം കോടതി, സുപ്രീം കോടതിയിലെ സീനിയർ മോസ്റ്റ് ജഡ്ജിന്റെ മുന്നിലാണ് ഓത്ത് എടുക്കുന്നത്. ഓക്കെ, അതാണ് ആർട്ടിക്കിൾ 60 പറയുന്നത്. ആൻഡ് ആർട്ടിക്കിൾ 61 is again important article. Article 54 electoral college, Article 58 qualifications, then Article 61 again important, that is impeachment of president. ഞാൻ പറഞ്ഞു പ്രസിഡന്റിന്റെ ടേം പറയുന്നത് ആർട്ടിക്കിൾ 56 ആർട്ടിക്കിൾ 56 പ്രസിഡന്റിന്റെ ടേമിനെ കുറിച്ച് പറയുന്നത്. അത് 5 years ആണ്. ബട്ട് ഇതിനിടയിൽ പ്രസിഡന്റിനെ വേണമെങ്കിൽ പുറത്താക്കാം. So that the process is called impeachment. So impeachment are initiated by either house of the parliament. That means Rajya Sabha can initiate the impeachment process as well as the Lok Sabha can also initiate the impeachment process. Okay. So impeachment ine kurichu parayunnathu article 61 ആണ്. ഈ impeach ചെയ്യുന്ന പ്രോസസ്സിൽ ഏതെങ്കിലും ഒരു പാർട്ട്
ഏതെങ്കിലും ഒരു സഭ, ലോക്സഭ or രാജ്യസഭ, അവർക്ക് certain charges പറയാം. ഇതൊക്കെയാണ് reasons for the impeachment എന്ന് പറഞ്ഞ് they can initiate the process. So അവിടെയും ഒരു election ആവശ്യമാണ്. So 2/3 of total members of the parliament, 2/3 of total members of the parliament should be participated in that election for the impeachment decision. The impeachment decision എടുക്കുന്ന ആ electioning 2/3 part of people from the parliament should be participated. അപ്പൊ അങ്ങനെ ഒരു ഇലക്ഷനിലൂടെ ഒരു പ്രസിഡന്റിനെ ഇംപീച്ച് ചെയ്യുമ്പോൾ അവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ നോമിനേറ്റഡ് മെമ്പേഴ്സിന് അവകാശം ഉണ്ട്. പാർലമെന്റിലെ നോമിനേറ്റഡ് മെമ്പേഴ്സ്, ഏത് ലോക്സഭ or രാജ്യസഭ, രാജ്യസഭയിൽ മാത്രമേ നോമിനേറ്റഡ് മെമ്പേഴ്സ് ഉണ്ടാവൂ. നോമിനേറ്റഡ് മെമ്പേഴ്സിന് ഇംപീച്ച്മെന്റിന് വേണ്ടിയുള്ള ഇലക്ഷന് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനുള്ള എലിജിബിലിറ്റി ഉണ്ട്. ആൻഡ് when we are taking decision regarding the impeachment of the president, where the elected members or nominated members of legislative assemblies cannot be take part. Impeachment കേസിൽ ഒരിക്കലും നമ്മൾ പാർലമെന്റ് വിട്ടിട്ട് പോവില്ല. നമ്മൾ സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലിയിലെ ആൾക്കാരൊന്നും അവിടെ ഡിസൈഡ് ചെയ്യില്ല. So impeachment decision is not taken by electoral college. Impeachment decision is taken by only the parliament. Impeachment പാർലമെന്റ് മാത്രം ചെയ്യുന്ന ഒരു കാര്യമാണ്. It cannot be taken by the state legislative assemblies. That means it cannot be taken by electoral college. പ്രസിഡന്റിനെ elect ചെയ്യുന്നത് electoral college ആണ്. But impeachment ഒരിക്കലും electoral college അല്ല. That is parliament only. So parliament only എന്ന് പറയുമ്പോൾ impeachment പ്രോസസ്സിൽ വോട്ട് ചെയ്യാനുള്ള അവകാശം നോമിനേറ്റഡ് മെമ്പേഴ്സ് ഓഫ് ദ പാർലമെന്റിനും ഉണ്ട്. A very fortunate thing is no president has so far been impeached in India. ഇന്ത്യയിലെ ഒരു പ്രസിഡന്റും ഇതുവരെ ഇംപീച്ച് ചെയ്യപ്പെട്ടിട്ടില്ല. സോ അതാണ് impeachment of the president. Then Article 62 പറയുന്നത് time of holding election to fill vacancy in the office of president and the term of office or person elected to fill casual vacancy. അതായത് നമ്മുടെ പ്രസിഡന്റിന്റെ ഓഫീസില് വേക്കൻസി എങ്ങനെ ഫിൽ ചെയ്യണം എന്നുള്ളതാണ് ആർട്ടിക്കിൾ 62 പറയുന്നത്. മീൻസ് ഡ്യൂറിംഗ് ദ ടേം ഓഫ് പ്രസിഡന്റ് മരണപ്പെടുകയോ ഇംപീച്ച് ചെയ്യപ്പെടുകയോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഹെൽത്ത് ഇഷ്യൂസ് കാരണം ആ ഓഫീസ് ഹോൾഡ് ചെയ്യാൻ പറ്റാതെ വന്നാൽ 6 monthsനകത്ത് പ്രസിഡന്റ് ഇലക്ഷൻ നടത്തണം. അതുവരെ വൈസ് പ്രസിഡന്റ് ക്യാൻ ടേക്ക് ദ charge of president. Vice president can take the charge of president. ഇനി ഇത് അങ്ങനത്തെ സിറ്റുവേഷൻസ് ആണ്. അതായത് മരണപ്പെടുകയോ ഇംപീച്ച് ചെയ്യപ്പെടുകയോ ഹെൽത്ത് ഇഷ്യൂസ് ആണെങ്കിൽ 6 monthsനകത്ത് പ്രസിഡന്റ് ഇലക്ഷൻ നടക്കണം. അതിനിടയിൽ വൈസ് പ്രസിഡന്റ് ക്യാൻ ടേക്ക് പാർട്ട് ഓർ വൈസ് പ്രസിഡന്റ് ക്യാൻ ടേക്ക് ദ പൊസിഷൻ ഓഫ് പ്രസിഡന്റ്. വേറൊരു കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആണ് ആർട്ടിക്കിൾ 62 പറയുന്നത്. നോർമൽ കണ്ടീഷൻസിൽ 5 വർഷം തികയ്ക്കുന്നതിന് മുമ്പ് പ്രസിഡന്റ് ഇലക്ഷന് വേണ്ടിയുള്ള പ്രൊസീജിയേഴ്സ് ഇനിഷ്യേറ്റ് ചെയ്യണം. ഏതെങ്കിലും കാരണവശാൽ ഇപ്പോൾ ഉള്ള പ്രസിഡന്റിന്റെ ടേം കഴിഞ്ഞിട്ടാണെങ്കിലും അടുത്ത പ്രസിഡന്റ് വരുന്നത് വരെ ഈ കറന്റ് പ്രസിഡന്റിന് കണ്ടിന്യൂ ചെയ്യാം എന്ന് പറയുന്നതാണ്. അതായത് നോർമൽ കണ്ടീഷൻസിൽ 5 years ആണ് പ്രസിഡന്റിന്റെ കാലയളവ്. സോ 5 years തീരാറാവുന്നതിന് മുമ്പ് തന്നെ അടുത്ത പ്രസിഡന്റ് ഇലക്ഷൻ ഇനിഷ്യേറ്റ് ചെയ്യണം. ആ അടുത്ത പ്രസിഡന്റ് ഇലക്ഷൻ കഴിഞ്ഞ് അദ്ദേഹം സ്ഥാനമേൽക്കുന്നത് വരെ ഇപ്പോ ഉള്ള പ്രസിഡന്റിനെ കണ്ടിന്യൂ ചെയ്യാം. ഒരു 10-15 ദിവസം കണ്ടിന്യൂ ചെയ്യാം എന്ന് ആർട്ടിക്കിൾ 62 പറയുന്നുണ്ട്. പക്ഷേ ഡ്യൂറിംഗ് ദ ടേം അദ്ദേഹം മരണപ്പെടുകയാണെങ്കിൽ 6 മാസത്തിനകത്ത് ഇലക്ഷൻ നടത്തണം. അതുവരെ 6 മാസം സമയം വൈസ് പ്രസിഡന്റിന് പ്രസിഡന്റിന്റെ പൊസിഷൻ സ്വീകരിക്കാം എന്നും പറയുന്നുണ്ട്. ഇതാണ് ആർട്ടിക്കിൾ 62. അപ്പൊ ശരിക്കും പറഞ്ഞാല് ആർട്ടിക്കിൾ 52 മുതൽ ആർട്ടിക്കിൾ 62 വരെ, അതായത് 10 ആർട്ടിക്കിൾസ് ആണ് പ്രസിഡന്റിനെ കുറിച്ച് പറയുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ ഓർമ്മിപ്പിക്കാം. 52 പറയുന്നത് ഇന്ത്യക്ക് ഒരു പ്രസിഡന്റ് വേണം. 53 പറയുന്നത് എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ പ്രസിഡന്റ്. 53 പറയുന്നത് എക്സിക്യൂട്ടീവ് പവർ. 54 പറയുന്നത് ഇലക്ട്രൽ കോളേജ്. 55 പറയുന്നത് ഹൗ ദ ഇലക്ഷൻ ക്യാൻ ബി
executed in the case of electoral college. 56 പറയുന്നത് term, 57 പറയുന്നത് person who holds re-election eligible ആണ്. 58 qualifications of a president. 59 conditions of president office. 60 oath or affirmation by the president. 61 impeachment of the president. 62 the vacancy related things of the president. ഇത്രയും 52 മുതൽ 62 വരെയുള്ള ആർട്ടിക്കിൾസ് ഓർത്തു വെക്കുക. അടുത്ത വീഡിയോയിൽ നമ്മൾ വൈസ് പ്രസിഡന്റിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്നതായി. താങ്ക് യു.